നമസ്കാരം. യാത്ര ചെയ്യാൻ തുടങ്ങിയതോടെയാണ് മനുഷ്യചരിത്രം മാറാൻ തുടങ്ങിയത്. പല കാലങ്ങളിൽ മനുഷ്യൻ പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പല സമതലങ്ങളും പിന്നിടുകയും ചെയ്ത ചരിത്രമാണ് മനുഷ്യനുള്ളത്. എല്ലാ കാലത്തും മനുഷ്യൻ യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ യാത്രയിലൂടെ അവൻ ആർജിച്ച പലതരത്തിലുള്ള അനുഭവങ്ങൾ പിൽക്കാല ജീവിതത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. 2015 ഫെബ്രുവരി 18 ശേഷം ഏതാണ്ട് 20 ദിവസത്തോളം ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ദക്ഷിണാഫ്രിക്കയിലൂടെ നടത്തിയ യാത്ര അവിസ്മരണീയമായി ഇന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നു. ആ യാത്രയെക്കുറിച്ചാണ് ഈ പങ്ക്തി. ഞങ്ങൾ 3 സുഹൃത്തുക്കളാണ് അന്ന് ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര നടത്തിയത്. അതിലൊരാൾ തോമസ് ചാമക്കാല, ഞങ്ങൾ തോമസേട്ടൻ എന്ന് വിളിക്കും. അദ്ദേഹം ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലേറെയായി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിര താമസക്കാരനാണ്. ആദ്യകാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ ചില സ്ഥാപനങ്ങൾ തുടങ്ങുകയും വർഷങ്ങൾ കൊണ്ട് കഠിനമായ അധ്വാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ ഒരിടം ദക്ഷിണാഫ്രിക്കയിൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്തു. മറ്റൊരാൾ സേതുവാണ്. തമിഴിൽ മൈന എന്ന സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിച്ച സേതു എൻ്റെ നാട്ടുകാരനാണ്, അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങൾ 3 ആളും കൂടി ദക്ഷിണാഫ്രിക്കയിലൂടെ ഏതാണ്ട് 4000-ലേറെ കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചു. അല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ പല യാത്രാമാർഗ്ഗങ്ങളിൽ സഞ്ചരിക്കുകയുണ്ടായി. ആ യാത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഓർത്തെടുക്കുമ്പോൾ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായി മാറുന്നത് ഞങ്ങൾ കണ്ടുമുട്ടിയ മനുഷ്യരും അവിടെ കണ്ടുമുട്ടിയ ജീവിത അനുഭവങ്ങളും വ്യത്യസ്തമായതുകൊണ്ടാണ്. ദക്ഷിണാഫ്രിക്കയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് 3-4 മാസം മുമ്പ് തോമസ് ചാമക്കാലയും സേതുവും ഞാനും കൂടി കോട്ടയത്ത് വെച്ച് കണ്ടുമുട്ടി. മറ്റു ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളൊരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കുട്ടിക്കാനത്തേക്ക് പോകാൻ തീരുമാനിച്ചു. അന്ന് എനിക്ക് തോന്നുന്നത് ആ അടുത്ത സമയത്തുള്ള ഏറ്റവും നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആ ദിവസം ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിനീള മരങ്ങൾ ഒടിഞ്ഞു വീണ് കാറ്റും പെരുമഴയും നിറഞ്ഞ ഒരു ദിവസം. വളരെ രാത്രിയായ ശേഷം ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി കോട്ടയം ക്ലബ്ബിലാണ് താമസിച്ചത്. ആ രാത്രി മുഴുവൻ നിറഞ്ഞു നിന്ന മഴ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം സാധാരണ നമ്മൾ കാണുന്ന മഴയല്ല കുട്ടിക്കാനത്ത്. രാത്രിയിൽ നമുക്ക് കഠിനമായ വളരെ ശബ്ദത്തോടു കൂടിയുള്ള കാറ്റും പെരുമഴയും നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു അത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ഈ കോട്ടയം ക്ലബിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴാണ് തോമസ് ചാമക്കാല എന്നോടും സേതുവിനോടും ചോദിച്ചു, നിങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടാൾക്കും മറുപടി പറയാൻ ആലോചിക്കേണ്ടി വന്നില്ല. കാരണം വളരെ നാളായി ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു അത്. കാരണം ദക്ഷിണാഫ്രിക്ക അത്ര പെട്ടെന്ന് നമുക്ക് പോയി യാത്ര ചെയ്ത് കണ്ട് തിരിച്ചു വരാവുന്ന ഒരു സ്ഥലമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം ഇപ്പോൾ പലതരത്തിൽ യാത്ര കോർഡിനേറ്റ് ചെയ്യുന്ന യാത്രാ സംഘങ്ങൾക്കൊപ്പം ട്രാവൽ ഗ്രൂപ്പിനൊപ്പം പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലം കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഒരുപക്ഷെ നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ച സ്ഥലമായിരിക്കില്ല. കാരണം അവരുടെ യാത്ര പ്ലാൻ ചെയ്യുന്നതിൻ്റെ സൗകര്യാർത്ഥം പ്ലാൻ ചെയ്യുന്ന യാത്രയായിരിക്കും അത്. നമ്മളുടെ വ്യക്തിപരമായ ഇഷ്ടം ഒരു വഴിക്കും പലപ്പോഴും ടൂർ ഓപ്പറേറ്ററുടെ യാത്രാ പദ്ധതി മറ്റൊരു വഴിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കൻ യാത്ര അത്ര സുഗമമായിരിക്കില്ല, അല്ലെങ്കിൽ അത്ര നിസ്സാരമായി പോകാവുന്ന ഒരു സ്ഥലമായിട്ടല്ല ഞാൻ കരുതിയിരുന്നത്. ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര ചെയ്യാൻ അനുകൂലമായ കാലാവസ്ഥ, മറ്റു സാഹചര്യങ്ങൾ അതൊക്കെ പരിഗണിച്ച ശേഷമാണ് 2015 ഫെബ്രുവരി 18 ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 6-7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുട്ടിക്കാനത്ത് യാത്ര തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ പുറപ്പെടുന്നത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പലതരത്തിലുള്ള വീഡിയോസ് കാണുകയും അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലായി കണ്ടപ്പോഴൊക്കെ ഞാനും സേതുവും തമ്മിൽ സംസാരിക്കുകയുണ്ടായി. പലപ്പോഴും ദക്ഷിണാഫ്രിക്ക നമ്മുടെ മനസ്സിൽ, ഇന്ത്യക്കാരുടെ മനസ്സിലുള്ളത് നമ്മുടെ തൊട്ടയൽ ദേശം എന്നുള്ള മട്ടിലാണ്. കാരണം ഇപ്പോൾ തൊട്ടടുത്ത രാജ്യങ്ങളായ ചൈനയോ അല്ലെങ്കിൽ പാകിസ്ഥാനെയോക്കാൾ കൂടുതൽ നമ്മുടെ ഇന്ത്യൻ മനസ്സിൽ, മലയാളിയുടെ മനസ്സിൽ ദക്ഷിണാഫ്രിക്കൻ ജീവിതവും ദക്ഷിണാഫ്രിക്കയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതിന് കാരണം പലതുണ്ട്. ഇപ്പോൾ നെൽസൺ മണ്ടേലയെ പോലൊരാൾ ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അതിന് ഗാന്ധി നൽകിയ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഗാന്ധിയുടെ ദർശനങ്ങൾ നൽകിയ പിന്തുണ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കൻ യാത്ര വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒന്നായി മാറുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ ദുബായിലെത്തി. തോമസ് ചാമക്കാലയും സേതുവും ദുബായിലുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ച്
ജോഹനസ്ബർഗിലേക്ക് ആദ്യം യാത്ര ചെയ്തു. അപ്പോൾ ഈ ജോഹനസ്ബർഗിൽ എത്തിയ ശേഷം ഫലബോർവ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെയാണ് തോമസ് ചേട്ടൻ താമസിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 15-20 ദിവസം ദക്ഷിണാഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ പല ജീവിതത്തിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുകയുണ്ടായി. ആ യാത്ര ഇന്ന് ആലോചിക്കുമ്പോൾ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ നടത്തിയ ഒരു യാത്രയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നുവെന്ന് ഓർത്തെടുക്കാൻ കഴിയും. കാരണം നമ്മൾ വായിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടറിഞ്ഞതോ ആയ ഒരു ജീവിതമായിരുന്നില്ല ദക്ഷിണാഫ്രിക്കയിൽ ഞങ്ങൾക്ക് കാണാനായതും കേൾക്കാനായതും. ആ യാത്ര കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം തൊട്ടടുത്ത ദിവസം ഞാൻ അന്നെൻ്റെ പത്രാധിപരായിരുന്ന TN ഗോപകുമാറിനെ കാണുകയുണ്ടായി. TNG വളരെ ആകാംക്ഷയോടെ ദക്ഷിണാഫ്രിക്കൻ യാത്രയെക്കുറിച്ചും അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ചോദിക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് എന്നോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും പല സ്ഥലത്തും സന്ദർശിക്കും, പല സ്ഥലങ്ങളും കാണും, പല മനുഷ്യരെ പരിചയപ്പെടും. പക്ഷേ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നുള്ള തരത്തിൽ അത് രേഖപ്പെടുത്തി വയ്ക്കണം. അത് നമ്മളുടെ ഒരു ഓർമ്മയുടെ അടരുകൾ നഷ്ടപ്പെടുന്ന കാലത്തും രേഖപ്പെടുത്തി വെച്ചാൽ അത് നഷ്ടമാകാതെ സൂക്ഷിക്കാനാകും. അങ്ങനെ അത് എഴുതണമെന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതിനുശേഷം ഞാനന്ന് താമസിച്ചിരുന്ന കോളനിയിലാണ് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ M. സുകുമാരൻ താമസിച്ചിരുന്നത്. അദ്ദേഹം അധികം യാത്ര ചെയ്യുന്ന ആളല്ല. പക്ഷേ യാത്രാവിവരണങ്ങൾ വായിക്കുന്നതിലും യാത്രയെക്കുറിച്ച് ചോദിച്ചറിയുന്നതിലും വളരെ ജിജ്ഞാസയുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ദക്ഷിണാഫ്രിക്കൻ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ യാത്രയെക്കുറിച്ച് എഴുതാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചില കുറിപ്പുകൾ ഞാൻ തയ്യാറാക്കി വച്ചിരുന്നു. അത് പിന്നീട് എഴുതണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ചെയ്തതാണ്. TNGയുടെയും M. സുകുമാരൻ്റെയും സ്നേഹപൂർവ്വമുള്ള സംസാരം ദക്ഷിണാഫ്രിക്കൻ യാത്രയെക്കുറിച്ച് ഒരു ചെറിയ പുസ്തകം എഴുതണമെന്ന് ഞാൻ തീരുമാനിക്കാൻ കാരണമായി. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ യാത്രയെക്കുറിച്ച് ഓർത്തെടുത്തപ്പോൾ അല്ലെങ്കിൽ അന്ന് നടത്തിയ യാത്രയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പല സന്ദർഭങ്ങളും എഴുതേണ്ടതാണെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കൻ യാത്രയെക്കുറിച്ചുള്ള ചില അധ്യായങ്ങൾ എഴുതി ഞാൻ മാധ്യമം വാരികയിലേക്ക് അയക്കുന്നത്. അന്നവിടെ പ്രശസ്ത യാത്ര എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിട്ടുള്ള മുസഫർ അഹമ്മദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ യാത്രാ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഭാഗങ്ങളിലൂടെ എഴുതി തരണം, അത് ഉടൻ തന്നെ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. തൊട്ടടുത്ത 1-2 മാസം കൊണ്ട് ഞാൻ അതിൻ്റെ മറ്റധ്യായങ്ങൾ കൂടി എഴുതി നൽകുകയും അത് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. വായനക്കാരിൽ നിന്ന് വളരെ നല്ല പ്രതികരണമാണ് ആ യാത്രാ പുസ്തകത്തിനുണ്ടായത്. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ആ യാത്രാവിവരണം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാനത് DC ബുക്സിലേക്ക് അയച്ചു. അധികം വൈകാതെ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നുവെന്ന അറിയിപ്പ് DCയിൽ നിന്ന് വന്നു. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം അത് പുസ്തകമാകുകയുണ്ടായി. വായനക്കാർ ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം വായിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞ ചില അഭിപ്രായങ്ങൾ, ഈ ദക്ഷിണാഫ്രിക്കയുടെ ഒരു സമഗ്രമായ യാത്രാവിവരണം, ദക്ഷിണാഫ്രിക്കയിലൂടെ നടത്തിയ ഒരു സമഗ്രമായ യാത്രയുടെ വിവരണമല്ലാതെ ഞങ്ങൾ സഞ്ചരിച്ച വഴികളിൽ കണ്ടുമുട്ടിയ മനുഷ്യരും അനുഭവിച്ച ജീവിത സന്ദർഭങ്ങളുമാണ് ആ പുസ്തകത്തിൽ എഴുതാൻ ശ്രമിച്ചത്. ആ പുസ്തകം സാഹിത്യ അക്കാദമി അവാർഡ് ആ പുസ്തകത്തിന് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് 1-2 അവിസ്മരണീയമായ ഓർമ്മകളുണ്ട്. അതിലൊന്ന്, ഈ പുസ്തകത്തിനൊരു പേര് നിശ്ചയിക്കണം. ഏത് പേരായിരിക്കണം പുസ്തകത്തിന് എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള B. മുരളിയും ഞാനും കൂടെ ഒരിക്കൽ കണ്ടുമുട്ടി. ഞങ്ങൾ തമ്മിൽ അതേക്കുറിച്ച് സംസാരിച്ചു. അന്ന് മുരളിയാണ് ആ പുസ്തകത്തിന് ഏറ്റവും അനുയോജ്യമായ പേര് ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം എന്ന് നിർദ്ദേശിച്ചത്. ആ പേര് തന്നെ ഞങ്ങൾ നിശ്ചയിച്ചിട്ട് അത് DC ബുക്സിൽ കൊടുക്കുകയുണ്ടായി. പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓൺലൈൻ പ്രകാശനം അത് എൻ്റെ സുഹൃത്ത് തന്നെയായ സന്തോഷ് എച്ചിക്കാനുമാണ് നിർവഹിച്ചത്. പുസ്തകം വായിച്ചതിന് ശേഷം എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര നടത്തുന്ന ഒരനുഭവം ലഭിച്ചുവെന്നാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ SK പൊറ്റക്കാടിനെ പോലുള്ള മഹാരഥന്മാരായ യാത്ര എഴുത്തുകാർ യാത്രാവിവരണം എഴുതുകയും മലയാള ഭാഷയ്ക്കത് മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് ദക്ഷിണാഫ്രിക്കയിലൂടെ നടത്തിയ യാത്രയും ദക്ഷിണാഫ്രിക്കയെക്കുറിച്ചും നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യാത്രാവിവരണ ഗ്രന്ഥങ്ങൾക്ക് കൂടുതൽ വായനക്കാരുണ്ടാവുകയും യാത്ര ചെയ്യാൻ മനുഷ്യർ കൂടുതൽ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ്
നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലൂടെയുള്ള ഈ യാത്ര, 20 ദിവസത്തെ യാത്ര, അതിൻ്റെ ഓർമ്മയും അനുഭവവും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് നൽകും എന്ന പ്രതീക്ഷയാണ് ഇങ്ങനെ ഒരു പങ്ക്തി തുടങ്ങാൻ കാരണം.